ഗുഡ് മോർണിംഗ് ഗൈസ്. അങ്ങനെ ഇപ്പം ബ്രൈറ്റണിൽ രാവിലെ ഇരിക്കുകയാണ് ആൻഡ് ഞങ്ങൾ ഇതാ ഇവിടെ ഒരു ചെറിയൊരു ഹൈക്കിംഗ് ട്രിപ്പിന് പോവാണ്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ക്ലിഫാണ്, അതിന് 7 Sisters എന്നാണ് പേര്. സോ ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അവിടെ പോയിട്ട് സൺറൈസ് കാണണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ 7 Sisters ഞങ്ങൾ ഒരു പ്രാവശ്യം ഓൾറെഡി പോയിട്ടുണ്ട്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും കാണുക. ലാസ്റ്റ് ടൈം 7 Sisters പോയത് 7 Sistersന്റെ മേലെ, അത് ക്ലിഫ്സ് ആണല്ലോ, അതിന്റെ മേലെയാണ് ഞങ്ങൾ ഹൈക്ക് ചെയ്ത് ട്രെക്ക് ചെയ്ത് പോയത്. ബട്ട് ഈ ടൈം ഞങ്ങൾ വേറെ ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്, വേറെ ഒരു വ്യൂ പോയിന്റിലേക്കാണ് പോകുന്നത്. ആ പോയിന്റിൽ പോയാൽ നമുക്ക് ഫുൾ 7 Sistersന്റെ വ്യൂ കാണാൻ സാധിക്കും. സോ അതാണ് നമ്മളെ ഇന്നത്തെ പ്ലാൻ. സോ നിങ്ങൾ ബ്രൈറ്റൺ നിന്നാണ് 7 Sistersലേക്ക് പോകുന്നത് വെച്ചാൽ നിങ്ങൾ 12ന്റെ ഏത് ബസ് എടുത്താലും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. നല്ല ഫ്രീക്വൻസിയാണ്, മൺഡേ ടു സാറ്റർഡേ നല്ല ഫ്രീക്വൻസിയാണ്. സൺഡേ ഐ തിങ്ക് ഓരോരോ മണിക്കൂറിലേ ഉണ്ടാവാറുള്ളൂ. ഇതിൻ്റെ സൗണ്ട് ഫുൾ പോയിരിക്കുകയാണ്, എനിക്ക് ഫ്ലൂ വന്നിട്ട് മൊത്തത്തിൽ സൗണ്ട് മാറിയിരിക്കുകയാണ്. ആൻഡ് ഇന്നത്തെ ദിവസം കുറച്ച് ആക്ടിവിറ്റീസ് പ്ലാൻഡ് ആണ്. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന്. താങ്ക് യു. അങ്ങനെ ഇതാ നമ്മൾ 7 Sisters എത്തിയിരിക്കുകയാണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ വന്നപ്പോൾ, ഫുള്ളി കോൾഡ്. അങ്ങനെ ഞങ്ങളിതാ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ട്രെയിൽ ഞങ്ങളിപ്പം ബീച്ച് ട്രെയിലാണ് വിചാരിക്കുന്നത്. സോ ബീച്ചിൻ്റെ അടുത്ത് പോയാൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ വ്യൂ കിട്ടുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, അവർ വാക്കിംഗ് ഒക്കെ വന്നതാണ് രാവിലത്തെ മോർണിംഗ് ജോഗിനൊക്കെ. ഇവിടെ താഴെ മുഴുവൻ ചളിയായി കിടക്കുകയാണ് ഇപ്പം. സോ കുറച്ച് കെയർഫുൾ ആയിട്ട് വേണം നടക്കാൻ. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങോട്ട് വരുമ്പം ഹൈ ടൈഡിൻ്റെ സമയത്ത് വരരുത് എന്നാണ്. അതെന്താ വെച്ചാൽ നമ്മളിപ്പോൾ കണ്ടില്ലേ കുറേ സ്ട്രീംസ് ഒക്കെ നമുക്ക് ക്രോസ് ചെയ്യേണ്ടി വന്നില്ലേ, അവിടെയൊക്കെ വെള്ളം നിറയും. അപ്പോൾ നമ്മൾ ഷൂസൊക്കെ നനയും, അത് കാരണമാണ്. അപ്പോൾ ഇതാണ് 7 Sisters. ഒഴുകി പോവല്ലേ, ഒഴുകി പോവല്ലേ. കമോൺ. ഓ, അപ്പം നമ്മളെ റിവർ കടത്തം ഫെയിലായി. നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് വരികയാണ്. അപ്പം നമ്മൾ ട്രെയില് മാറിപ്പോയി. ഇങ്ങോട്ടേക്കായിരുന്നു ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത്. ബട്ട് നടുവിൽ റിവർ വന്ന് അങ്ങനെ എല്ലാം കൂടി പ്രശ്നമായി. അപ്പം നമുക്ക് ക്രോസ് ചെയ്യാനും പറ്റുന്നില്ലായിരുന്നു, ബിക്കോസ് നല്ല ഫ്ലോ ആയിരുന്നു വെള്ളത്തിന്. സോ ഞങ്ങൾ ഈ സൈഡിലേക്ക് തന്നെ വന്നു. ആൻഡ് നമ്മൾ 7 Sistersന്റെ അടിയിലുള്ള ബീച്ച് സൈഡ് കൂടി നടന്നു പോവാണ്. സോ നമുക്ക് അതിൻ്റെ ക്ലോസർ വ്യൂ കാണാൻ സാധിക്കും. ഇതാ ഒറ്റയ്ക്ക് സ്നാക്സ് കഴിക്കുന്നു. ഇതാ ഇവിടെ തന്നെ ഞങ്ങൾക്കൊരു ചൂണ്ട കിട്ടി. ചൂടയാണ് അതിന്റെ വായിൽ പോകുന്ന സ്ഥലം. ആൻഡ്
ഇതെന്താ? വെയിറ്റ് താഴെ പോയിട്ട്. ഓ ഓക്കെ ഓക്കെ. ഓ നല്ല വെയിറ്റ് ഉണ്ട്. അയൺ നല്ല മൂർച്ചയുണ്ട്. ആ നല്ല മൂർച്ചയുണ്ട്. ഗായ്സ് നോക്കൂ ഗായ്സ്, ലോട്ട്സ് ഓഫ് ചുണ്ണാമ്പ് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്, അവിടെ ഗായ്സ് ഇത് മൊത്തം ചുണ്ണാമ്പാണ് ഗായ്സ്. ഇത് കണ്ട ഗായ്സ്, കല്ലൊക്കെ കാണാൻ നല്ല ചുണ്ണാമ്പ് കാണാൻ വന്നതാണ് ഗായ്സ്. സോ ബ്യൂട്ടിഫുൾ. ഒരു ആള് ഫ്രണ്ട് ആയിട്ടുണ്ട്. അവര് ചൈനയിൽ നിന്നാണ് വന്നത്. അവരുടെ പേര് ഷ് എന്നാണ്. സോ ഞങ്ങൾ അവരായിട്ട് ഫ്രണ്ട്സായി. ഇപ്പോൾ ഇതാ ഇവര് ലൈം സ്റ്റോണിനെ പറ്റിയും ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സമയം ഒരു 9:30 ആയി. അപ്പോഴാണൊന്ന് വെയിൽ പുറത്തേക്ക് വന്നത്. ഒരു സുഖമുണ്ട്. ഇപ്പം അത്ര തണുപ്പില്ല, കുറച്ച് തണുപ്പ് കുറഞ്ഞു. ഇതാ ഇവിടെ നമ്മളെ ടീം കുറച്ച് റീൽസ് ഒക്കെ എടുക്കേണ്ടിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ കണ്ട കാഴ്ചയാണിത്. ഈ സ്ത്രീ റിവറിന്റെ നടുവിൽ കൂടി ഇങ്ങനെ റോയലായിട്ട് റാഫ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു വ്യൂ. സോ ഞങ്ങൾ ഇതാ 7 സിസ്റ്റേഴ്സിന് തിരിച്ചു പോവാണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഗേൾസ് എക്സ്പീരിയൻസ്? അടിപൊളിയായിരുന്നു. It was a good experience and nature love പண்றவங்களுக்கு ഒരു നല്ല പ്ലേസ്. അടിപൊളിയായിരുന്നു. നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു. അതാ നമ്മളെ കൺമുമ്പിൽ നിന്നും നമ്മളെ ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നേരെ വെയിലിലോട്ട് വെച്ച് പിടിച്ചാലോ. ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഉച്ച സമയമായതുകൊണ്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേൽ എന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളിതാ വൈകുന്നേരം പിന്നെയും പുറത്തേക്ക് പോവാണ്. ബ്രൈറ്റൺ സിറ്റി സെൻറ്ററിലേക്കാണ് പോകുന്നത്. ഇവിടെ കുറേ ഷോപ്സ് ഉണ്ട് ആൻഡ് കുറേ ഈറ്ററീസ് അങ്ങനത്തെ പ്ലേസസ് ഒക്കെ ഉണ്ട്. നല്ല സൂപ്പർ സ്ഥലമാണ് ഇഫ് യു വോണ്ട് ടു ഗോ ഷോപ്പിംഗ് ഓർ ഇഫ് യു വോണ്ട് ടു ഹാവ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫുഡ്. സോ ഇവിടെ ഞങ്ങളിപ്പം ഫസ്റ്റ് ഓഫ് ഓൾ പ്രൈമാർക്കിലേക്കാണ് പോയത്. പ്രൈമാർക്കിൽ ഇവർ എല്ലാ ആഴ്ചയും അവരുടെ കളക്ഷനിനെ കളർ കോർഡിനേറ്റ് ചെയ്തിട്ട് വെക്കും. ഇപ്രാവശ്യം അവർ പേർപ്പിൾ ആൻഡ് പിങ്ക് തീമാണ് വെച്ചത്. സോ എവ്രിതിങ് ഇസ് പിങ്ക് ആൻഡ് പേർപ്പിൾ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് ക്രിസ്മസ് സമയത്താണ്. സോ ഇവിടെ ഫുള്ളി ക്രിസ്മസ്, ഫുൾ നല്ലൊരു വൈബാണ്. ബിക്കോസ് എവ്രിവെയർ യു ഗോ എല്ലായിടത്തും ക്രിസ്മസി ആയിട്ടുള്ള സംഭവങ്ങളായിരിക്കും ഉണ്ടാവുക. അത് കാരണം ഇതാ സ്വെറ്റേഴ്സ് ആൻഡ് കുറേ കുട്ടികളുടെ ഡ്രസ്സസ്, നല്ല സാന്റക്ലോസിനെ പോലെ നല്ല ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സസ്, സോഫ്റ്റ് ടോയ്സ്, ക്രിസ്മസ് വിൻ്റർ തീംഡ് സോഫ്റ്റ് ടോയ്സ് അങ്ങനെയൊക്കെയാണ്. പാട്ട് പാടുന്ന മിക്കി മൗസിനെ കണ്ടു. അപ്പം അതിനെ നോക്കിയിരിക്കുകയാണ് ഞങ്ങൾ. എനിക്ക് കുറച്ചായിട്ട് ഷൂസ് വാങ്ങണമെന്നുണ്ടായിരുന്നു, ഒരു വൈറ്റ് ഷൂസ്. സോ ഞാനിവിടെ നോക്കായിരുന്നു ഷൂസ്. ബട്ട് ഞാൻ ഇട്ട് നോക്കിയിട്ട് എനിക്ക് അത്ര സെറ്റായില്ല, അതുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. അപ്പം ഇവിടെ ചേച്ചി ഇതെടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്യുന്നോ ചേച്ചി?
ചെയ്തു ഇഷ്ടായി നൈസ്. അങ്ങനെ പ്രൈമാർക്കിൽ നിന്നും ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബബിൾ ടീ കുടിക്കേണ്ടിയിട്ട് ഒരു ഷോപ്പിലേക്ക് പോയി. അവിടുന്ന് ബബിൾ ടീ വാങ്ങി. അതിനുശേഷം വി ആർ എൻഡിങ് ദ ഡേ വിത്ത് KFC. കുറേ കാലമായി ഇങ്ങനെ ജങ്ക് ഫുഡ് കഴിച്ചിട്ട്. സോ വി ആർ ഹിയർ ഇൻ KFC. ചേച്ചീൻ്റെ ട്രീറ്റ് ആയിരുന്നു അത്. സോ ദാറ്റ് വാസ് ഓൾ ഫോർ ദിസ് വീഡിയോ. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.